കണ്ണൂർ ജില്ലയിൽ മഴയിൽ മണ്ണിടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. പെരിങ്ങോത്തിനടുത്ത് അസം സ്വദേശി ഗോപാൽ വർമ്മനാണ് മരിച്ചത്. ജില്ലയിൽ ഇന്നു മുതൽ 3 ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കെ.ഒ. ശശിധരൻ ചേരുന്നു. ശശിധരൻ, എന്താണ് വിശദാംശങ്ങൾ? ഷാൽമ, കണ്ണൂർ ജില്ലയിൽ ഇന്നു മുതൽ 3 ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് രാവിലെ മുതൽ മഴയുടെ കാഠിന്യം കുറവാണ്. അതുകൊണ്ട് തന്നെ ദുരിതത്തിന്റെ കാഠിന്യവും കുറവാണ്. എന്നിരുന്നാലും ചിലയിടങ്ങളിൽ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. പയ്യന്നൂർ മേഖലയിൽ ഇന്നലെ രാത്രി വീശിയടിച്ച കാറ്റിൽ ചില വീടുകൾക്ക് കേടുപറ്റിയിട്ടുണ്ട്. തെങ്ങ് കടപുഴകി വീണ് പയ്യന്നൂർ മാവിച്ചേരി, അതോടൊപ്പം തന്നെ എരമംകുറ്റൂരിലെ നെല്ലിയാട്ട്, വെള്ളൂരിലെ ചിറ്റാരിക്കൂവൽ എന്നിവിടങ്ങളിൽ വീടുകൾക്ക് കേടുപറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെരിങ്ങോത്തിനടുത്ത് ചൂരൽ ഒളയോത്ത് എന്ന സ്ഥലത്ത് ചെങ്കൽപ്പണയിലെ മണ്ണിടിഞ്ഞാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ ഗോപാൽ വർമ്മൻ മരിച്ചത്. ചെങ്കൽ കയറ്റുമ്പോൾ സമീപത്തെ കുന്ന് ഇടിയുകയായിരുന്നു. കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞ് സമീപത്തെ ലോറി മുകളിലേക്ക് വീഴുകയായിരുന്നു. ലോറി പൂർണ്ണമായും അടിയിൽപ്പെടുകയുണ്ടായി. ഒരാൾക്ക് പരിക്കേൽക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ തളിപ്പറമ്പ് കുപ്പത്ത് പ്രദേശത്തെ ജനങ്ങൾക്കുള്ള ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. മണ്ണൊലിപ്പിനെ തുടർന്ന് സമീപത്തെ വീടുകളിൽ ചെളിയും മണ്ണും നിറഞ്ഞ ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. മറ്റൊരു കാര്യം പഴശ്ശി ജലസംഭരണിയെ കുറിച്ചുള്ളതാണ്. പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. 50 സെന്റിമീറ്റർ ഉയരത്തിൽ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. ആകെ 16 ഷട്ടറുകളാണ് പഴശ്ശി ഡാമിനുള്ളത്. ഇതേ തുടർന്ന് വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളപട്ടണം പുഴയ്ക്ക് സമീപത്തുള്ള ആളുകളോട് ജാഗ്രത പാലിക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. 2 ദിവസം കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാൻ ഇന്നലെ രാത്രി ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗവും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൽമാൻ.